യൂസർ അറിവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഹോണ്ട ജാസ് ആണ്. 2017 മോഡൽ വരുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, പെട്രോൾ ആണ്. പറയാൻ മാത്രമുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 68,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു 2017 ഹോണ്ട ജാസ് ആണ്. വി ആണ് വേരിയന്റ് വരുന്നത്. ഇതിന്റെ ഫുള്ളായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് ഉൾപ്പെടുന്നുണ്ട്. പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബോഡി സൈഡും ഇന്ത്യയിൽ ഭാഗമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. 2017 മോഡൽ ഹോണ്ട ജാസ് ആണ് വരുന്നത്. 1.2 പെട്രോൾ ആണ്. 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ടാക്സ് വരുന്നത് 2031 12 മാസം വരെ ടാക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് വരുന്നത് 2025 3 മാസം വരെ ഇൻഷുറൻസും വരുന്നുണ്ട്. ഏകദേശം 4 ലക്ഷം രൂപയോളം ID വാല്യൂ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഫിനാൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഫിനാൻസ് നമുക്ക് ചെയ്യാം. നമുക്കിതിൻ്റെ ബോഡി സൈഡും ഇന്റീരിയർ സൈഡൊക്കെ മൊത്തത്തിലൊന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ബമ്പർ സൈഡ് നോക്കിയാലും ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട്. പറയാനും മാത്രമുള്ള വലിയ സ്ക്രാച്ചുകളോ അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. പൊട്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബമ്പറൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വീലാർച്ച് നോക്കാം. വീലാർച്ച് നോക്കുമ്പോഴാണെങ്കിലും വേറെ പറയാൻ മാത്രമുള്ള സ്ക്രാച്ചോ ഒന്നുമില്ല. ടയർ ഭാഗം നോക്കുമ്പോഴാണെങ്കിലും ടയർ ഭാഗം ഉണ്ട്. അത്യാവശ്യം ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പറയാൻ മാത്രമുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഡോറിൻ്റെ സൈഡിൽ ചെറിയ സ്ക്രാച്ച് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അലോയ് ആണ് വരുന്നത്, കമ്പനി തന്നെയാണ്. ബാക്ക് സൈഡ് നോക്കുമ്പോഴാണെങ്കിലും കുഴപ്പമില്ല. ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും സ്ക്രാച്ചോ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. മൊത്തത്തിൽ അത്യാവശ്യം കൊള്ളാം, നല്ല വണ്ടി എന്ന് നമുക്ക് ഇതിനെ പറയാം. ഇവിടുത്തെ ബാക്ക് സൈഡിലെ വീലാർച്ച് നോക്കുമ്പോഴാണെങ്കിലും ചെറിയൊരു ഉരച്ചിൽ വന്നതിൻ്റെ ഒരു ചെറിയൊരു പാട് കിടപ്പുണ്ട്. ഡോറ് കൂട്ടിയാണ് വന്നിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. പിന്നെ നോക്കാൻ നേരത്ത് പറയാൻ മാത്രമുള്ള വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കിതിൻ്റെ ഇന്റീരിയർ സൈഡ് മൊത്തത്തിലൊന്ന് നോക്കാം. ഇന്റീരിയർ സൈഡ് വരുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോറിൻ്റെ സൈഡിലോട്ട് നോക്കാൻ നേരത്ത് ഇവിടെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ മാനുവൽ വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺസും കാര്യങ്ങളെല്ലാം വരുന്നു. സ്റ്റീറിങ്ങിലോട്ട് വരാൻ നേരത്ത് സ്റ്റീറിങ് കൺട്രോൾ ബട്ടൺസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്ക് 68,000 കിലോമീറ്റർ ഓടിയതിൻ്റെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോയും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, ക്ലിയർ ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ AC സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല കൂളിംഗ് ആണ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുമ്പോഴാണെങ്കിലും നല്ല വൃത്തിയായിട്ടുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ക്ലിയറുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്ലോറൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായിട്ടുള്ള ഫ്ലോറും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡിക്കി സൈഡും കൂടെ നോക്കാം. അത്യാവശ്യം സ്പേസ് വരുന്ന ഒരു ഡിക്കി സൈഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പുതിയ ടയറാണ് ഇരിക്കുന്നത്. ടൂൾ ബോക്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. എല്ലാവരും നോക്കിയിരിക്കുന്നത് റേറ്റ് ആണല്ലോ. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും 5,50,000 രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് വന്ന് വണ്ടി കണ്ടിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടികളുടെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ നിങ്ങളായിരിക്കുന്ന വണ്ടി നിങ്ങളേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടികളുടെ അപ്ഡേഷൻ ആയിട്ട് വരുന്നുണ്ട്. ബൈ.